പരീക്ഷാ തട്ടിപ്പിൽ PSCക്ക് ചെക്ക് വെച്ചിരിക്കുകയാണ് ലോക്ഭവൻ. ക്രമക്കേടുകളുടെ പൂർണ്ണ വിവരങ്ങൾ ഉൾപ്പെടുത്തി രാഷ്ട്രപതിക്ക് റിപ്പോർട്ട് സമർപ്പിക്കാൻ നടപടികൾ ആരംഭിച്ചിരിക്കുകയാണ് ഗവർണർ. PSCക്കെതിരെ 100-ലധികം പരാതികൾ വന്നിട്ടും കാര്യക്ഷമമായ അന്വേഷണമില്ലാതെ വന്നതോടെയാണ് ഗവർണറുടെ നിർണായക ഇടപെടൽ. ഗവർണറുടെ റിപ്പോർട്ട് രാഷ്ട്രപതി സുപ്രീം കോടതിക്ക് കൈമാറിയാൽ ഒരു അന്വേഷണം ഉണ്ടാകുകയും PSCയുടെ നിലനിൽപ്പ് തന്നെ ചോദ്യം ചെയ്യപ്പെടുകയും ചെയ്യാം. വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്നുണ്ട്. പ്രശാന്ത്, ഈ PSC എന്നുള്ളത് അത് കേരളത്തിലെ ഒരു പബ്ലിക് സർവീസ് കമ്മീഷൻ എന്നതിനപ്പുറത്തേക്ക് ഒരു പബ്ലിക് അഴിമതി കമ്മീഷനായി മാറിയിരിക്കുന്നു എന്നുള്ള വിമർശനങ്ങൾ നേരത്തെയുണ്ട്. കുറേയധികം ആളുകളെ കൊണ്ടിരുത്തി അവർക്ക് വർഷം കോടികൾ അവരുടെ ശമ്പള ഇനത്തിലും മറ്റും അലവൻസുകളുടെ ഇനത്തിലും ഒക്കെ നൽകുന്നതിനപ്പുറത്തേക്ക് കാര്യക്ഷമമായ ഇടപെടൽ ഈ തൊഴിൽ മേഖലയിൽ, സർക്കാർ ജോലി മേഖലയിൽ നടത്താൻ പലപ്പോഴും കഴിയാതെ പോകുന്ന ഒരു സ്ഥാപനം, അത് പൊളിച്ചെഴുതുന്നതിനുള്ള ഒരു നടപടിയുടെ തുടക്കമായി ഗവർണറുടെ ഇടപെടൽ മാറാൻ സാധ്യതയുണ്ടോ? പ്രജിത്തെ, കഴിഞ്ഞ കുറേ കാലമായി നമ്മൾ കേട്ടുവരുന്നത് PSCയിലെ അഴിമതി കഥകളെക്കുറിച്ചാണ്. നിരന്തരം ഇത്തരത്തിൽ PSCയിലെ ക്രമക്കേടുകൾ, അഴിമതി കഥകളെല്ലാമാണ് ഈ കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ ഉണ്ടായത്. 100-ലധികം പരാതികൾ നിലവിൽ ഈ കഴിഞ്ഞ മാസങ്ങൾക്കിടയിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. എന്നാൽ PSCയിൽ നിന്നും യാതൊരുവിധ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ ഉണ്ടാകാത്തൊരു സാഹചര്യമാണ് നിലവിൽ നിൽക്കുന്നത്. ആസൂത്രണ ബോർഡിലെ നിയമന ക്രമക്കേടുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഒരു ക്രൈംബ്രാഞ്ച് അന്വേഷണം നടക്കുന്നത്. അതിൻ്റെ ഒരു പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചുകൊണ്ടുള്ള അന്വേഷണം നടന്നു വരുന്നത്. അതിൽ മാത്രമാണ്, മറ്റുള്ള പരാതികളിലൊന്നും യാതൊരുവിധ നടപടികളും ഉണ്ടായില്ല. ഇത് അന്വേഷണം പോലും അനിശ്ചിതമായി തുടരുന്ന ഒരു നിലയിലേക്കാണ്. കാരണം ആസൂത്രണ ബോർഡിലെ ക്രമക്കേടിൽ അതിൽ PSC ചെയർമാന് നിർണായക പങ്കുണ്ട് എന്നടക്കമുള്ള വിവരങ്ങൾ ലഭിച്ചെങ്കിൽ പോലും PSC ചെയർമാനിലേക്കോ മറ്റ് അംഗങ്ങളിലേക്കോ ഒന്നും അന്വേഷണം എത്താത്തൊരു സാഹചര്യം കൂടിയാണ് നിലനിൽക്കുന്നത്. ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ്. മാത്രമല്ല, മറ്റ് 100-ലധികം പരാതികൾ വേറെയുമുണ്ട്. ഈ പരാതികളിലൊന്നും കൃത്യമായ ഒരു അന്വേഷണം നടക്കുന്നുമില്ല. നമുക്കറിയാം, കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്താണ് ഈ ക്രമക്കേടൊക്കെ നടക്കുന്നത്. തുടർന്നുള്ളൊരു UDF സർക്കാർ വന്നിട്ടും ഈ PSCയുടെ ചെയർമാനെ അടക്കം സംരക്ഷിക്കുന്ന ഒരു നിലപാടാണ് സ്വീകരിച്ചത്. പ്രശാന്ത്, ഈ PSC എന്തിനാണ് എന്നുള്ള ചോദ്യം പലപ്പോഴും ഉയർന്നു. കാരണം പല വകുപ്പുകളിൽ നിന്നുമുള്ള ഒഴിവുകൾ PSCക്ക് കൃത്യസമയത്ത് റിപ്പോർട്ട് ചെയ്യപ്പെടാറില്ല. തെരുവിലിറങ്ങി സമരം ചെയ്യാതെ ഒരു PSC റിപ്പോർട്ട് പോലും, ഒരു PSC റാങ്ക് ലിസ്റ്റ് പോലും പൂർണ്ണമായി നിയമനം നടക്കുന്ന രീതിയിലേക്കോ അല്ലെങ്കിൽ അതിൽ ഫലപ്രദമായ രീതിയിൽ ഒരു റാങ്ക് ലിസ്റ്റിന്റെ ആ ഉദ്ദേശശുദ്ധിയെ പൂർത്തീകരിക്കുന്ന രീതിയിലെങ്കിലും നിയമനം നടക്കാതിരുന്ന സാഹചര്യം കേരളത്തിൽ ഉണ്ടായിട്ടില്ല. പ്രശാന്ത്, പ്രജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെയാണ്. കാരണം നിലവിൽ നിരവധി ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്യാതെ തന്നെ PSCയിൽ കിടക്കുന്നത്. മാത്രമല്ല, നിയമനങ്ങൾ നടക്കുന്നതിലടക്കം നമുക്കറിയാം LPST റാങ്ക് ഹോൾഡേഴ്സും UPSC റാങ്ക് ഹോൾഡേഴ്സും അടക്കം ഇത്തരത്തിൽ സമരമിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇത്തരത്തിൽ PSCയിൽ ക്രമക്കേടുകൾ ഒരു പെരുമഴക്കാലം തന്നെയാണ് ഓരോ ഇടത്തും നമുക്ക് കാണാൻ സാധിക്കുന്നത്. മാത്രമല്ല, അവർക്ക്, അതായത് PSCയോട് ചേർന്ന് നിൽക്കുന്ന, അല്ലെങ്കിൽ PSC കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ഇടതുപക്ഷത്തോട് ചേർന്ന് നിൽക്കുന്ന ആളുകൾക്ക് ഇഷ്ടാനുസരണം നിയമനങ്ങൾ നടത്തുന്നതും അത് ചെയർമാൻ്റെ തന്നെ ഇഷ്ടത്തിൽ, ചെയർമാൻ്റെ തന്നെ നേതൃത്വത്തിൽ ഈ നിയമനങ്ങൾ നടത്തുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. ആസൂത്രണ ബോർഡിലെ ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ പോലും അത് തന്നെയാണ് ഏറ്റവും എടുത്തു പറയുന്നത്. കാരണം ഒരു മുൻ അല്ലെങ്കിൽ ഒരു സർവീസ് സംഘടന, ഇടത് സർവീസ് സംഘടനാ നേതാവിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ ക്രമക്കേട് കാട്ടിയത് എന്നടക്കമുള്ള വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങളാണ് ഒരു ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിൽ അന്വേഷണങ്ങൾ നടക്കുമ്പോഴും കാര്യമായ രീതിയിലൊരു അന്വേഷണത്തിലേക്ക് അത് എത്തിച്ചേരാൻ ഇതുവരെ ക്രൈംബ്രാഞ്ചിനോ പ്രത്യേക അന്വേഷണ സംഘത്തിനോ കഴിയുന്നില്ല. മാത്രമല്ല, ഈ VD സതീശൻ സർക്കാർ ഈ ചെയർമാനെ സഹായിക്കുന്ന ഒരു നിലപാടാണ് സ്വീകരിക്കുന്നത് എന്നാണ് നമുക്ക് പറയേണ്ടിയിരിക്കുന്നത്. കാരണം കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്താണ് ഈ ചെയർമാനെ നിയമിക്കുന്നത്. മാത്രമല്ല, ഇടതുപക്ഷ അനുഭാവിയായിട്ടുള്ള ചെയർമാനാണ് നിലവിലെ MR ബൈജു എന്ന ചെയർമാൻ. അതോടൊപ്പം തന്നെ ഭരണസമിതി അംഗങ്ങളടക്കം അങ്ങനെയുള്ളവരാണ്. പുതിയൊരു സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം